ETF, ഇൻഡെക്സ് ഫണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ് ഇങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള സംശയമാണ് ഇതിൽ ഏത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ, ഇതിൽ ഏതായിരിക്കും കൂടുതൽ ബെറ്റർ റിട്ടേൺസ് തരുന്നത്, ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ ഞാൻ ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഡൗട്ട്സ് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യും. ETF എന്താണെന്നും ഇൻഡെക്സ് ഫണ്ട് എന്താണെന്നും അതുപോലെ മ്യൂച്വൽ ഫണ്ട് എന്താണെന്നും നമ്മൾ ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നീട് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യമായിട്ടുള്ള കാര്യമെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ETF എന്താണെന്ന് നോക്കാം. ETF എന്ന് പറയുന്നത് ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. അപ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ് ഉണ്ടാവും. സ്റ്റോക്സ് ഉണ്ടാവും, കമ്മോഡിറ്റീസ് ഉണ്ടാവും, ഇൻഡിസസ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ Nifty 50, മിഡ് ക്യാപ് 100 അങ്ങനെ പറയാനുള്ള ഇൻഡിസസ് ഉണ്ടാവും. മ്യൂച്വൽ ഫണ്ടിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ജനറലി ലോ എക്സ്പെൻസ് റേഷ്യോ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൈപ്പാണ് ETF എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഇതിനെ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ETF മറ്റ് സ്റ്റോക്കുകൾ പോലെ ഇപ്പോൾ നമ്മുടെ റിലയൻസോ അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സോ ഒക്കെ പോലെ തന്നെയുള്ള സ്റ്റോക്കുകൾ പോലെ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഒരു സിംഗിൾ സ്റ്റോക്കിലൂടെ ആളുകൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഇപ്പോൾ Nifty 50യുടെ ഒരു ETF ആണ് Nifty Bees എന്ന് പറയുന്നത്. ഇപ്പോൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള Nifty 50യിലെ എല്ലാ സ്റ്റോക്കുകളുടെയും കൂടെ ഒരു ആവറേജ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ Nifty Bees വാങ്ങിക്കുന്നതിലൂടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്. അതായത് Nifty 50 ഇൻഡെക്സിനെയാണ് ഇത് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഇൻഡെക്സ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ മുകളിലേക്ക് പോകും. Nifty 50 ഇൻഡെക്സ് താഴേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂവും താഴേക്ക് വരും. സോ Nifty 50യുടെ ഒരു മിനിയേച്ചർ ആണ് നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത്. ഇപ്പോൾ Nifty 50 ഇൻഡെക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ 25,000 സംതിങ് ആണ്. മാത്രമല്ല നമുക്കത് വാങ്ങിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് Nifty 50യുടെ ബെനിഫിറ്റ് നമുക്ക് എടുക്കണമെങ്കിൽ, അതായത് Nifty 50 മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടാകണം. ഇപ്പോൾ ഇൻഡിവിജ്വൽ സ്റ്റോക്സ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ സ്റ്റോക്ക് മാത്രം താഴേക്ക് പോകാൻ Nifty 50 മുകളിലേക്ക് പോകാനും സാധ്യതയാണ്. അവിടെയാണ് ഒരു ETF-ന്റെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ETF ഉണ്ട്, സിൽവറിൻ്റെ ETF ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കമ്മ്യൂണിറ്റീസിൻ്റെ ETF ഉണ്ട്. മ്യൂച്വൽ ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പൊതുവെ ഇത് ലോ എക്സ്പെൻസീവ് ആണ്. അടുത്ത ഇൻഡെക്സ് ഫണ്ട് എന്താണെന്ന് നോക്കാം. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം. ETF ആണെങ്കിലും ഇൻഡെക്സ് ഫണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും ഇതിനകത്തൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സാമ്പത്തിക ഭാവി മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ്. കാരണം ഇന്ന് നമ്മൾ നിക്ഷേപിക്കുന്ന പണം നാളെ വലിയൊരു തുകയായി തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്നാൽ അതിനേക്കാളും ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്ന് പറയുന്നത്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന ഓരോ സേവിങ്ങും ചിലപ്പോൾ ഒരു വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെ ആകാൻ ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്നാൽ മതി. അതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നുള്ളത്. ഇപ്പോൾ ഓൺലൈനിൽ വളരെ ചീപ്പായി മറ്റ് കമ്മീഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് എളുപ്പത്തിൽ എടുക്കാം. ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ 300 മുതൽ 400 രൂപ വരെ വരുന്ന പ്രൈസ് റേഞ്ച് പ്രീമിയം തുകയിൽ 1 കോടി രൂപ വരെ കവർ ലഭിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ കമ്പനികളുടെയും ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് തന്നെ കമ്പയർ ചെയ്ത് നോക്കി അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ 25% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. കൂടാതെ 150-ൽ കൂടുതൽ സിറ്റീസിൽ ഇവർ ഹോം വിസിറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൈറ്റിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഏജന്റ് ത്രൂ ഫ്രീ ഹോം വിസിറ്റിന് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ സെക്ഷൻ 80D പ്രകാരം നിങ്ങൾ അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ പുറത്ത് ടാക്സ് ബെനിഫിറ്റും നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ഇതുവരെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ലാത്ത ആളുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിരിക്കുന്ന ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാൻ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ആരോഗ്യവും സമ്പാദ്യവും സുരക്ഷിതമാക്കാവുന്നതാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ്. ഇപ്പോൾ Nifty 50 ആയാലും അല്ലെങ്കിൽ Nifty 500 ആയാലും Nifty 100 ആയാലും ഇങ്ങനെയുള്ള പല ഇൻഡിസസിൻ്റെ പെർഫോമൻസ് അതേപടി റിപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഫണ്ട്സാണ് ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഇൻഡെക്സ് ഫണ്ടിൻ്റെ അതിനകത്തുള്ള ചില സ്പെസിഫിക് സ്റ്റോക്സിനെ സെലക്ട് ചെയ്ത് അതിനകത്ത് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യും. അതായത് മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിനെ ഔട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അതായത് Nifty 50 ഇൻഡെക്സ് ഫണ്ടിലാണ് നമ്മളിപ്പോൾ നിക്ഷേപിക്കുന്നതെങ്കിൽ Nifty 50 ഔട്ട് പെർഫോം ചെയ്യണം. അതാണ് അതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ Nifty 50 ഒരു വർഷം 15% പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഇൻഡെക്സ് ഫണ്ട് മിനിമം ഒരു 16%, 17% കൂടുതലെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഒരു ഫണ്ട് മാനേജർ മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. പല ഇൻഡെക്സ് ഫണ്ടുകളും പാസീവ്ലി മാനേജ്ഡ് ആയതുകൊണ്ട് തന്നെ ആക്റ്റീവ്ലി മാനേജ് മ്യൂച്വൽ ഫണ്ട്സിനേക്കാളും കമ്മീഷൻസ് അല്ലെങ്കിൽ അതുപോലുള്ള എക്സ്പെൻസുകൾ കുറവാണ്, ചാർജസ് കുറവാണ്. ഇനി മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നോക്കാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു കൂട്ടം ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്ത് ഒരു ഫണ്ട് മാനേജർ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. പ്രൊഫഷണൽ ഫണ്ട് മാനേജേഴ്സ് ആയിരിക്കും നമ്മുടെ ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് അവരൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഫണ്ടിൻ്റെ ഒരു ഷെയർ ആയിരിക്കും അവർ ഹോൾഡ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട് നമുക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ തരുന്നുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിന് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിക്വിഡിറ്റി ഉണ്ട്. ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ കമ്പാരേറ്റീവ്ലി ഉയർന്ന
മാനേജ്മെന്റ് ഫീസാണ് ഇവർ ഈടാക്കുന്നത്. ഇനി ഈ മൂന്നെണ്ണം കമ്പയർ ചെയ്യുമ്പോൾ ഓരോന്നിൻ്റെയും ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ETF എടുക്കാം. ETF എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ ലോ എക്സ്പെൻസ് റേഷ്യോ ആണ്. അതുകൊണ്ട് തന്നെ ലോങ് ടൈമിലേക്ക് ഇതിനെ കോസ്റ്റ് എഫക്റ്റീവ് ആകുന്നു. ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്ക് ഒരു ദിവസം മുഴുവൻ ഒരു ആക്റ്റീവ് ട്രേഡ് ഡേയിൽ മുഴുവൻ വേണമെങ്കിൽ നമുക്കിത് ട്രേഡ് ചെയ്യാം. ഇപ്പോൾ ഏതൊരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ, ഇപ്പോൾ മാരുതി ആയാലും ഏഷ്യൻ പെയിൻറ്റ്സ് അങ്ങനെയുള്ള ഏതൊരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ETF ട്രേഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട സെക്കൻഡിൽ വാങ്ങിക്കാനും വിൽക്കാനും സാധിക്കും. ലിക്വിഡിറ്റി വളരെ കൂടുതലാണ്. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടാക്സ് എഫിഷ്യൻസിയാണ്. കമ്പാരേറ്റീവ്ലി ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കാരണം മ്യൂച്വൽ ഫണ്ട്സിനെക്കാളും കുറച്ചുകൂടെ ടാക്സ് എഫിഷ്യൻ്റ് ആണ് ETF എന്ന് പറയുന്നത്. ഇനി പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ കോസ്റ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇതിന് ലോ ഫീസ് സ്ട്രക്ചറും മാർക്കറ്റ് എക്സ്പോഷറും കാരണം കുറച്ചധികം പ്രോഫിറ്റബിൾ ആയിരിക്കും. എസ്പെഷ്യലി നമ്മൾ വെൽ പെർഫോമിംഗ് ആയിട്ടുള്ളൊരു ഇൻഡെക്സിൻ്റെ ETF ആണ് വാങ്ങുന്നതെങ്കിൽ. ഇനി ഇൻഡെക്സ് ഫണ്ടിലേക്ക് വരുമ്പോൾ ETF പോലെ തന്നെ ETF-ൻ്റെ അത്രയില്ലെങ്കിലും കമ്പാരേറ്റീവ്ലി ഫീസ് കുറച്ച് കുറവാണ്. കൂടുതലും പാസീവ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫണ്ട് മാനേജേഴ്സ് പാസീവായിട്ടായിരിക്കും കൂടുതലും മാനേജ് ചെയ്യുന്നത്. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇൻഡെക്സിനെ മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഔട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓവറോൾ ഇൻഡെക്സിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും ഈ ഒരു ഇൻഡെക്സ് ഫണ്ടിൻ്റെ പെർഫോമൻസും. ഓവർ എ ലോങ് ടൈം ഓഫ് പീരീഡ് നോക്കുകയാണെങ്കിൽ ലോ റിസ്കിൽ പ്രോഫിറ്റ് നേടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇൻഡെക്സ് ഫണ്ടുകൾ. ഇനി മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോൾ ETF-നേക്കാളും ഇൻഡെക്സ് ഫണ്ടിനേക്കാളും ചാർജസ് ഇവിടെ കൂടുതലാണ്. കാരണം ഇവിടെ ഫണ്ട് ആക്റ്റീവ്ലിയാണ് കൂടുതലായി മാനേജ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ കമ്മീഷൻസ് ചിലപ്പോൾ ഇതിനകത്ത് പോകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്റ്റീവ്ലി മാനേജ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഹയർ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. കിട്ടുന്ന റിട്ടേൺസും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ചാർജസും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മാർക്കറ്റ് റിസ്കിനോട് കുറച്ച് കൂടുതൽ എക്സ്പോസ്ഡ് ആയിരിക്കും മ്യൂച്വൽ ഫണ്ട്സ്. ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ മിക്ക മ്യൂച്വൽ ഫണ്ട്സും മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്യാറുണ്ട്. പക്ഷേ വലിയൊരു തുക ഈ മാനേജ്മെൻറ്റ് ഫീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാർജസ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് ഭേദപ്പെട്ടൊരു തുക ചാർജസ് ആയിട്ട് പോകാനും സാധ്യതയുണ്ടെന്നല്ല പോകും. അതുകൊണ്ട് തന്നെ ടോട്ടൽ പ്രോഫിറ്റ് നോക്കുമ്പോൾ ലോ കോസ്റ്റ് ETF-നെ അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടിനെയൊക്കെ ഔട്ട് പെർഫോം ചെയ്യാൻ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന പ്രോഫിറ്റ് വെച്ച് ഔട്ട് പെർഫോം ചെയ്യാൻ ചിലപ്പോഴൊക്കെ സാധിക്കാറില്ല. ഇനി ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ, ഇനി നമ്മൾ ചോദിച്ച പോലെ മൊത്തത്തിൽ ഏതാണ് ഒരു ബെനിഫിറ്റ് എന്ന് നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. എന്നാലും നമ്മളൊരു മൊത്തത്തിലൊന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ETF ആണെങ്കിലും അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ട് ആണെങ്കിലും കമ്പാരേറ്റീവ്ലി ലോ കോസ്റ്റ് ആണ് അതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം പ്രോഫിറ്റ് ഇത് ജനറേറ്റ് ചെയ്യാറുണ്ട്. ചാർജ് ചെയ്യപ്പെടുന്ന ഫീസുകളും വളരെ തുച്ഛമാണ്. ഇനി മ്യൂച്വൽ ഫണ്ട് നോക്കുമ്പോൾ ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് നല്ല രീതിയിൽ മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ പോലെ ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മാനേജിങ് ചാർജ് അങ്ങനെയുള്ള പല ചാർജസും ഇതിൻ്റെ പുറത്ത് ഈടാക്കും. നമ്മുടെ പ്രോഫിറ്റിൻ്റെ പുറത്ത് ചിലപ്പോൾ ഈടാക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡെക്സ് ഫണ്ടോ അല്ലെങ്കിൽ ETF-ഓ തിരഞ്ഞെടുത്താൽ പോരെ. അവിടെയാണ് മറ്റൊരു പ്രശ്നം. അത്യാവശ്യം സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നല്ല നോളജുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾക്ക് തീർച്ചയായും നല്ലൊരു ETF തിരഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോപ്പറായിട്ട് പാസീവായിട്ട് മാനേജ് ചെയ്യുന്ന ഇൻഡെക്സ് ഫണ്ടിലേക്ക് കുറച്ചധികം അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പല ആളുകളും മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുന്നത്. അത്യാവശ്യം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊരു നോളജുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ETF ആയിരിക്കും കുറച്ച് ലാഭകരം. ഇനി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ, എന്നാൽ മാർക്കറ്റ് പെർഫോം ചെയ്യുന്ന അനുസരിച്ചുള്ള റിട്ടേൺ നിങ്ങൾക്ക് വേണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ മിക്കവാറും മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. സോ രണ്ടിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സും ഉണ്ട്, രണ്ടിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എല്ലാ ആളുകൾക്കും ETF-ലും ഇൻഡെക്സ് ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ചിലപ്പോൾ സാധിക്കാറില്ല. കാരണം കുറച്ചൊക്കെ ഒരു മാർക്കറ്റ് നോളജ് വേണം ETF-ലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. അതേസമയം ഒന്നും അറിയാത്ത ആളുകൾക്ക്, മാർക്കറ്റിനെ പറ്റി വലിയ ധാരണയില്ലാത്ത ആളുകൾക്ക് അവർക്ക് മ്യൂച്വൽ ഫണ്ടായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത്. കാരണം അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി. ആക്റ്റീവായിട്ടൊരു ഫണ്ട് മാനേജർ അവർക്ക് വേണ്ടി ഫണ്ട് മാനേജ് ചെയ്യും. സോ അവർക്ക് മ്യൂച്വൽ ഫണ്ടായിരിക്കും ബെനിഫിറ്റ്. സോ ETF എന്താണ്, ഇൻഡെക്സ് ഫണ്ട് എന്താണ്, മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേതായിരിക്കും അനുയോജ്യമെന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം വെറും 390 രൂപ അടച്ച് 1 കോടി രൂപ വരെ നമുക്ക് കവർ ലഭിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല 25% വരെ ഇപ്പോൾ ഡിസ്കൗണ്ടും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക.